ശ്രീ രാജു പി നായർ, ഇതിപ്പോ കേരളത്തിലൊരു ക്രമസമാധാന പ്രശ്നം എന്നുള്ള നിലയിലേക്ക് ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷം അതേ തുടർന്നുണ്ടായ കാര്യം മാറിയ ആദ്യത്തെ സന്ദർഭമാണ്. അതേസമയം തന്നെയാണ് BJP എന്ന രാഷ്ട്രീയ പാർട്ടി ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തുന്നതും. BJPയുടെ അതേ പരിവാറിൽപ്പെട്ട ഒരു സംഘടനയാണ് ഈ ആദ്യത്തെ പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ളത് നമുക്ക് തർക്കിക്കാൻ കഴിയാത്ത വസ്തുതയായി അവിടെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ മിലിത്തിയോസ് പറഞ്ഞതുമാതിരി ഒരിടത്ത് കേക്ക് മറ്റു സ്ഥലത്ത് പുൽക്കൂട് തകർക്കൽ എന്നുള്ള കാര്യം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണോ? അഭിലാഷേ, ഇവിടെ നേരത്തെ ഞാൻ ആദ്യം തുടങ്ങിയ ഷൈജു ആന്റണിയോട് സംസാരിച്ചപ്പോൾ എല്ലാം ഉപയോഗിച്ചിരുന്ന വാക്ക് ഇന്നിപ്പോൾ അവിടെ പിതാവ് കൂടി പറഞ്ഞ ഫ്രിഞ്ച് എന്നുള്ളതാണ്. നമ്മുടെ 2014 മുമ്പായിരുന്നു ഇത്തരത്തിലുള്ള ചില സംഘടനകൾ ഫ്രിഞ്ച് എലിമെന്റ്സ് ആയിരുന്നു. ആ ഫ്രിഞ്ച് എലിമെന്റ്സ് ഇന്ന് ഇന്ത്യയുടെ ഭരണം കൈയാളുകയാണ്. VHP എന്ന് പറയുന്നത് BJPക്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയാത്ത സംഘടനയാണ്. കാരണം RSSന്റെ പരിവാറിൽ പെടുന്നതാണ് VHPയും ഇതും. VHP ഇവിടെ പറഞ്ഞ പോലെ തന്നെ VHP സ്ഥാപിച്ചത് MS ഗോൾവാക്കറാണ്. ഈ VHPയുടെ ഒരു യൂത്ത് വിങ് ഉണ്ട്, മിലിറ്റന്റ് വിങ്. പേരെന്താണെന്നറിയോ? ബജ്രംഗ് ദൾ എന്നാണ്. ഏതാ ബജ്രംഗ് ദൾ? 2002 ഗുജറാത്ത് കലാപത്തിൽ താൻ ഉൾപ്പെടെ നിന്നുകൊണ്ട് ശൂലം കുത്തി ഗർഭിണികളുടെ വയറ്റിൽ നിന്ന് ഭ്രൂണമെടുത്തു എന്ന് പറഞ്ഞ ബാബു ബജ്രംഗിയുടെ ബജ്രംഗ് ദളാണ്. മനസ്സിലായില്ലേ? ആ ബജ്രംഗ് ദളിന്റെ വിമൻ വിങ് ഉണ്ട്, ദുർഗാവാഹിനി എന്ന് പറയും. ആ ദുർഗാവാഹിനിയുടെ നേതാവായിരുന്നു സാധ്വി പ്രഗ്യ താക്കൂർ. ആരാണ് 2008 മാലേഗാവ് സ്ഫോടനം ഉൾപ്പെടെ ജയിലിൽ കിടന്നതും പിന്നീട് ഈ BJP ഭോപ്പാലിൽ ടിക്കറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് ഇന്ത്യയുടെ പാർലമെന്റ്. ഇവരെങ്ങനെ ഇനി ഫ്രിഞ്ച് ആവുക? ഈ രാജ്യത്ത് ഫ്രിഞ്ചായിട്ടുണ്ടായിരുന്ന ഹിന്ദുത്വ തീവ്രവാദ ശക്തികൾ ഇന്ന് രാജ്യത്തിന്റെ ഭരണം കൈയാളുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. ആ രാജ്യത്തിന്റെ ഭരണം കൈയാളുന്ന നിലയിലേക്ക് BJP എത്തുമ്പോൾ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന VHPയും ബജ്രംഗ് ദളും ദുർഗാവാഹിനിയും ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകളെല്ലാം ഈ BJPയുടെയും RSSന്റെയും തീവ്രവാദം നടപ്പാക്കിയ സംഘടനകളാണ്. അതുകൊണ്ട് BJP വെറുതെ ഞങ്ങൾ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ കഴിയുന്നതല്ല. പിന്നെ ശ്രീ ഷോൺ ജോർജ് ഇവിടെ പറഞ്ഞ ചില പ്രിവിലേജ് ഉണ്ട് അദ്ദേഹത്തിന്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ശ്രീ ഷോൺ ജോർജ്, അങ്ങയ്ക്കും അങ്ങയുടെ അച്ഛനും ചിലപ്പോൾ ജോർജ് കുര്യനൊക്കെ മാത്രം ലഭിക്കുന്ന പ്രിവിലേജാണ്. നിങ്ങൾ ഇറങ്ങി മധ്യപ്രദേശിലെയും മണിപ്പൂരിലെയും മംഗലാപുരത്തെയും ക്രിസ്ത്യാനികളോട് പോയി സംസാരിച്ചാൽ അവർക്ക് ഈ പ്രിവിലേജ് ഇല്ല. ആ പ്രിവിലേജ് ഇല്ലാത്ത മനുഷ്യന്റെ മേലാണ് ഈ അക്രമങ്ങൾ മുഴുവൻ നടക്കുന്നത്. എത്ര പള്ളിയാണ് മണിപ്പൂരിൽ 36 മണിക്കൂർ കൊണ്ട് നശിപ്പിച്ചത്? 250 മേൽ പള്ളികൾ 36 മണിക്കൂർ കൊണ്ട് മെയ്തി വിഭാഗത്തിന്റെ കുക്കി വിഭാഗത്തിന്റെ നശിപ്പിച്ചു. ആരായിരുന്നു അതിന് ഉത്തരവാദികൾ? മണിപ്പൂരിലെ ഭരണ നേതൃത്വം അല്ലേ? മംഗലാപുരത്ത് ആരായിരുന്നു ചെയ്തത്? മധ്യപ്രദേശിൽ ഈ നിരന്തരമായ ആക്രമണം നടക്കുന്ന എവിടെയാ? നിങ്ങൾ ശ്രീ ഷോൺ ജോർജ് പോയിട്ട് മച്ചാടോട് ചോദിക്കണം. അല്ല, ഞാൻ സംസാരിക്കട്ടെ. അങ്ങ് സംസാരിക്കുമ്പോ ഞാൻ മിണ്ടായിരുന്നു. അല്ല, അങ്ങ് സംസാരിച്ചപ്പോ ഞാൻ മിണ്ടായിരുന്നു. നോക്കൂ, അപ്പോ മച്ചാടോയോട് പോയി, ബിഷപ്പ് മച്ചാടോയോട് പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ രാജ്യത്ത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് മേൽ BJPയുടെ ഭരണം വന്നതിന് ശേഷം നടക്കുന്ന അതിക്രമങ്ങളുടെ പട്ടിക തരും. ഞാൻ അത്രയും ആദ്യം പറയട്ടെ. രണ്ടാമത്, ഷോൺ ജോർജ് പറഞ്ഞ കാര്യങ്ങൾ കുറച്ചു പേർക്ക് മറുപടി പറയണം. മുനമ്പം ഷോൺ ജോർജ്, ഈ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴല്ലാതെ അതിനു മുമ്പും പിൻപും മുനമ്പത്ത് BJP എവിടെയാ? BJPയുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ വന്ന് ആ വിഷയം കത്തിക്കാൻ ശ്രമിച്ചു. പറഞ്ഞല്ലോ VD സതീശൻ എവിടെയെന്ന്. ഞാൻ പറയട്ടെ അങ്ങ് അസ്വസ്ഥനാവല്ലേ? ഞാൻ കാര്യം പറയട്ടെ, ജനങ്ങൾ കേൾക്കാൻ വേണ്ടി. ഒക്ടോബർ 13 മുനമ്പത്ത് സമരസമിതി പ്രക്ഷോഭം തുടങ്ങുന്നത്, സമരം തുടങ്ങുന്നത്. മനസ്സിലായില്ലേ? ഒക്ടോബർ 13. ഒക്ടോബർ 3 10 ദിവസം മുൻപ് ഒക്ടോബർ 3 അവിടെ പൊതുയോഗം വിളിച്ചുകൊണ്ട് ആ ഭൂമി വഖഫ് ഭൂമി അല്ല എന്നുള്ളതും ഇതിന് അവിടത്തുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് മുഴുവൻ റവന്യൂ അധികാരവും നൽകണമെന്ന് പറഞ്ഞ നേതാവിന്റെ ഒരേ ഒരു നേതാവ്, ആ നേതാവിന്റെ പേരാണ് VD സതീശൻ. അറിയോ? കാര്യങ്ങൾ പോയി പഠിച്ചിട്ട് വേണം പറയാനായിട്ട്. ഒക്ടോബർ 13 സമരം ആരംഭിക്കുന്നതിന് 10 ദിവസം മുമ്പ് ഇപ്പൊ പറഞ്ഞല്ലോ, നാളെ ക്രിസ്മസ് ദിനത്തിൽ അവർ പട്ടിണി കിടക്കുകയാണെന്ന് പറഞ്ഞല്ലോ. VD സതീശൻ ഉണ്ട് സർ. ഞാൻ ഉൾപ്പെടെ, ഞങ്ങൾ കോൺഗ്രസിന്റെ ഇവിടെയുള്ള ജനപ്രതിനിധികളും നേതാക്കന്മാരും ഉൾപ്പെടെ നാളെ ആ സമരത്തിൽ ക്രിസ്മസ് ദിനത്തിൽ ആ പന്തലിൽ അവരോടൊപ്പം നിൽക്കുകയാണ്. ഞങ്ങൾ കൊടുത്ത വാക്കാണ്. ഒരു 2 ആഴ്ച മുമ്പ് അവിടെ സന്ദർശിച്ചപ്പോ ഈ പ്രശ്നം തീരാണ്ട് നിങ്ങൾക്ക് ക്രിസ്മസ് ദിനത്തിൽ ഇവിടെ സമരം ഇരിക്കേണ്ടി വന്നാൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ വാക്ക് നാളെ ഞങ്ങൾ അവരോടൊപ്പം ഉണ്ട്. അപ്പൊ നിങ്ങളെ പോലെ TV-ലിരുന്ന് നാളത്തെ ക്രിസ്മസ് ദിനം പോയതിന്റെ കണക്ക് പറയല്ല, ഞങ്ങൾ അവിടെ പോയി അദ്ദേഹത്തോടൊപ്പം ഇരിക്കുകയാണ്. മനസ്സിലായില്ലേ? പിന്നെ
വി.ഡി. സതീശൻ എവിടെയാ പാലാ ബിഷപ്പിനെതിരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്? അദ്ദേഹം ഉപയോഗിച്ച വാക്കെന്താ? പാലാ ബിഷപ്പിന്റെ പ്രസ്താവന അതിരുകടന്നതായിരുന്നു. സഭാ നേതൃത്വം ഇത്തരം കാര്യങ്ങളിൽ ഗൗരവത്തോടു കൂടി സംസാരിക്കണം. ഇത് ഇപ്പോഴും ആവർത്തിക്കുന്നു. ഈ രാജ്യത്ത് ഹിന്ദുത്വ വർഗീയവാദികളുടെ കൂട്ടുനിന്നുണ്ട്. ഈ രാജ്യത്ത് ഹിന്ദുത്വ വർഗീയവാദികളുടെ കൂട്ടുനിന്ന് ഇസ്ലാമോഫോബിയ കത്തിച്ച് അപരമത വിദ്വേഷം ഉണ്ടാക്കിക്കൊണ്ട് ഒരു സമുദായത്തിൽ വർഗീയതയുടെ വിത്ത് വിതയ്ക്കാൻ ആര് വന്നാലും അവർക്കെതിരെ പ്രതിരോധിക്കാൻ ഞങ്ങളുണ്ടാവും. ഒരു സംശയം വേണ്ട. അതിന് മതത്തിന്റെ നിറമൊന്നുമില്ല, ശരി, രാഷ്ട്രീയത്തിന് നിറമില്ല. വർഗീയത വിതയ്ക്കാൻ ആര് വന്നാലും ആ വർഗീയതക്കെതിരെ സമാജം ഞങ്ങൾ എടുക്കും. ഞാൻ ചോദിക്കട്ടെ, നീ ഈ സമുദായത്തിലല്ലേ കാസ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? കാസ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന ഇന്ന് ഈ സമുദായത്തിലെ ഏറ്റവും സമാധാനകാംക്ഷികളായ ഈ സമുദായത്തെ മുഴുവൻ വിഷം കലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷോൺ ജോർജ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു ആ കാസയുടെ പ്രവർത്തനത്തെ തടയാൻ? വചനങ്ങൾ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. ഈ വർഗീയ മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഞാൻ പറയട്ടെ, മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഈ വർഗീയ വിഷം കലക്കാൻ ശ്രമിക്കുന്ന ഈ സംഘടനക്കെതിരെ പൊതുസമൂഹം ഒരുമിക്കട്ടെ. ഞാൻ പറയാം, നിങ്ങളെ പേടിച്ചല്ലേ ആ മുനമ്പത്തെ സമരത്തിന്റെ പന്തലിനകത്ത് നിന്നെ പോലെ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക എന്ന വചനങ്ങൾ എഴുതി വെച്ചുകൊണ്ട് ഇത് സാമുദായിക സ്പർദ്ധയ്ക്ക് കാരണമാകുന്ന ആ സമരപന്തൽ എനിക്ക് എഴുതി വെക്കേണ്ടി വന്നു. ആരെ പേടിച്ച? BJP കാസയും പേടിച്ചു. ഇല്ലേ? കാസ അവസരം തള്ളിപ്പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയില്ലേ? ഈ രാജ്യത്ത് ഏത് മതത്തിനകത്തും വർഗീയ വിഘടനം ഉണ്ടാക്കാൻ, വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ പ്രതിരോധിക്കും. പ്രതിരോധിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്.